നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് ശ്രുതിമധുര തേന്മഴയായി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞുപാടിയതോടെ ആസ്വാദകരും ആലാപനത്തിൽ മുഴുകി. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. മുനയ്ക്കക്കടവിൽ മത്സ്യബന്ധന ബോട്ടിന്റെ കരിയർ വഞ്ചിയുടെ എഞ്ചിനും ഇന്ധനവും മോഷണം പോയി. താനൂർ സ്വദേശി ചക്കപ്പന്റെ പുരയ്ക്കൽ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറാഖ് വള്ളത്തിലാണ് മോഷണം നടന്നത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് ശ്രുതിമധുര തേന്മഴയായി പഞ്ചരത്ന കീർത്തന ആലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും ആലാപനത്തിൽ മുഴുകി. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ദശമി ദിനമായ ഞായറാഴ്ച രാവിലെ 9ഓടെയാണ് ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത്. ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന 5 കീർത്തനങ്ങൾ സംഗീതോത്സവ മണ്ഡപത്തിൽ തിങ്ങിനിറഞ്ഞിരുന്ന സംഗീത കുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ അതൊരു സംഗീതസാഗരമായി മാറി. നാട്ടരാഗത്തിലുള്ള ജഗദാനന്ദ കാരക, ഗൗളരാഗത്തിൽ ദുഡുഗുഗല, ആരഭിരാഗത്തിൽ സാദീജ്ഞനെ, വരാളിരാഗത്തിൽ കനകരുചിര, ശ്രീരാഗത്തിൽ എന്ദരോ മഹാനുഭാവലോ എന്നീ കീർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആലപിച്ചപ്പോൾ സദസ്സും ഏറ്റുപാടി. ഒരു മണിക്കൂർ ക്ഷേത്രനഗരി പഞ്ചരത്ന പേമാരിയിൽ ലയിച്ചു ചേർന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരായ ടി വി ഗോപാലകൃഷ്ണൻ, മണ്ണൂർ MP രാജകുമാരനുണ്ണി, പ്രശസ്ത സംഗീതജ്ഞരായ ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നിങ്ങനെ 34 പേർ വായ്പാട്ടിൽ മുൻനിരയിൽ അണിനിരന്നു. വൈക്കം PS വേണുഗോപാൽ, N ഹരി, കുഴൽമന്നം G രാമകൃഷ്ണൻ എന്നിങ്ങനെ 12 പേർ മൃദംഗത്തിലും, പ്രൊഫസർ S ഈശ്വരവർമ്മ, ചെമ്പൈ വെങ്കിട്ടരാമൻ എന്നിങ്ങനെ 11 പേർ വയലിനിലും, തിരുവനന്തപുരം R രാജേഷിന്റെ നേതൃത്വത്തിൽ 4 പേർ ഘടത്തിലും, ജ്യോതിദാസ് ഗുരുവായൂർ, ഇരിങ്ങാലക്കുട നന്ദകുമാർ എന്നിവർ ഇടക്കയിലും, ഡോക്ടർ P പത്മേഷ് പുല്ലാങ്കുഴലിലുമായി പക്കമേളം ഒരുക്കി. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രി ചെമ്പൈയുടെ ഇഷ്ടകീർത്തനങ്ങൾ 100ഓളം കലാകാരന്മാർ ഒന്നിച്ചിരുന്നു പാടുന്നതോടെ 15 ദിവസം നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല വീഴും. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. ഗജപൂജയ്ക്ക് ശേഷം രാവിലെ 7 മണിയോടെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ആരംഭിച്ചത്.
കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരന്നു. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ 5 ആനകൾ പങ്കെടുത്ത ഘോഷയാത്ര റെയിൽവേ മേൽപ്പാലം വഴി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വണങ്ങി. ഗുരുവായൂർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് തെക്കേനടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി തുമ്പിക്കൈ ഉയർത്തി വണങ്ങി. മറ്റാനകളും പ്രണാമമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും പുഷ്പാർച്ചന നടത്തി. ഗുരുവായൂർ ACP സി പ്രേമാനന്ദകൃഷ്ണൻ, ടെമ്പിൾ പോലീസ് SHO ജി അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഇതിന്റെ സ്മരണയ്ക്കായാണ് വർഷം തോറും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് നടത്തുന്നത്. മുനിക്കക്കടവിൽ മത്സ്യബന്ധന ബോട്ടിന്റെ കാരിയർ വഞ്ചിയുടെ എഞ്ചിനും ഇന്ധനവും മോഷണം പോയി. താനൂർ സ്വദേശി ചക്കപ്പന്റെ പുരയ്ക്കൽ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറാഖ് വള്ളത്തിലാണ് മോഷണം നടന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി മുനിക്കക്കടവ് പാണ്ടിലക്കടവ് പുഴയിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു ബോട്ടും വള്ളവും. ഞായറാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോകാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് ഉടമ പറഞ്ഞു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. നഴ്സറി മുതൽ ഡിഗ്രി വരെ ഒന്നിച്ചു പഠിച്ച സഹപാഠികൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നേർക്കുനേർ. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിലാണ് സൗഹൃദങ്ങളുടെ നേരിട്ടുള്ള മത്സരത്തിന് കളമൊരുങ്ങിയത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റിനിത കബീർ, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രഹന യൂസഫ് എന്നിവരാണ് നഴ്സറി ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒന്നിച്ചു പഠിച്ച സഹപാഠികൾ. പാടൂർ വാണിവിലാസം UP സ്കൂൾ, പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ, ഗുരുവായൂർ ആര്യഭട്ട കോളേജ് എന്നിവിടങ്ങളിൽ ഇരുവരും ഒന്നിച്ചാണ് പഠിച്ചിരുന്നത്. ഇരുവരും മത്സരത്തിലെത്തുന്നത് തികച്ചും യാദൃശ്ചികമായാണ്. LDF സ്ഥാനാർത്ഥി രഹന യൂസഫ് സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് റിനിത കബീർ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. വാർഡിൽ സഹപാഠികളിൽ ആര് ഒന്നാമതെത്തുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. പഠനകാലത്തെ വീറും വാശിയും കൈമോശം വരാതെയാണ് ഇരുവരും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയും വാർഡിൽ സജീവമാണ്. അതുപോലെ വാണിവിലാസം സ്കൂളിൽ 7ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ +2 വരെ, അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ആര്യഭട്ടയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങള് അത്രയും വലിയ സൗഹൃദമാണ്. ഞങ്ങള് കട്ട ചങ്സ് തന്നെ പറയാം. ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഉണ്ട് ഞങ്ങളത്. അങ്ങനെ അത് ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. എവിടെയായാലും അതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങള് സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതും എതിർപ്പാട്ടേക്ക് വന്നു. പക്ഷേ ഇതിലൂടെ സൗഹൃദം ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കൂടാൻ, ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ കണ്ടീജന്റ് തൊഴിലാളി CITU സംഗമവും ജനപ്രതിനിധികൾക്ക് ആദരവും യാത്രയപ്പും നൽകി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG ജയപ്രകാശ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ എന്നിവരെ ആദരിച്ചു. CITU കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ KA അസീസ്, കണ്ടീജന്റ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി MK സുനിൽ, യൂണിറ്റ് സെക്രട്ടറി PA അനിൽ, ട്രഷറർ MG വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ കിടപ്പിലായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി. ചെറായി കെട്ടുങ്ങൽ തെക്കത്ത് രാജൻ സുനിത ദമ്പതികൾക്കാണ് വായനശാലയുടെ ഇടപെടലിനെ തുടർന്ന് വീടൊരുങ്ങിയത്.
ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ വായനശാല രക്ഷാധികാരി പി സുനിൽകുമാർ ഗൃഹനാഥൻ രാജന് കൈമാറി. പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ പ്രേമൻ, കെ എച്ച് ആബിദ്, വായനശാല ഭാരവാഹികളായ വി ജി വിഷ്ണു, എം റാണ പ്രതാപ്, പ്രവ്യ പ്രബിൻ, എം എച്ച് ആനന്ദ്, കെ നീതു, പി ഡി അഭിനന്ദ് എന്നിവർ പങ്കെടുത്തു. പാലുകാച്ചൽ ചടങ്ങിന് ബേബി, മണി ബാഹുലയൻ, എം കെ രഘുനാഥ്, റുബീന, ബീവാത്തുട്ടി, വള്ളി, രജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പദ്ധതിയിൽ 12 വർഷം മുമ്പാണ് രാജൻ വീടുപണി തുടങ്ങിയത്. അടുക്കളയുടെ ചിമ്മിനിക്കൂടൊഴിച്ചുള്ള ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ബാക്കി നിർമ്മാണം നടത്താനായില്ല. 4 വർഷം മുമ്പ് സുനിത ശരീരം തളർന്ന് കിടപ്പിലായി. കനോലി കനാലിനോരത്തെ ഓലഷെഡിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. മഴക്കാലത്ത് തോട് കരകവിയുമ്പോൾ നാട്ടുകാർ ഇവരെ പണി പൂർത്തിയാകാത്ത വീട്ടിലേക്ക് മാറ്റും. മഴ മാറിയാൽ തിരിച്ച് ഓലഷെഡിലേക്ക് കൊണ്ടുപോകും. ജനലും വാതിലുമില്ലാത്ത, ഒരടച്ചുറപ്പും സുരക്ഷിതത്വവുമില്ലാത്ത വീട്ടിലാണ് ഇരുവരും അന്തിയുറങ്ങിയിരുന്നത്. ഇവരുടെ അവസ്ഥ കണ്ടാണ് ക്രിയേറ്റീവ് വായനശാല വീടിന്റെ പണി പൂർത്തീകരിക്കാൻ മുന്നിട്ടിറങ്ങിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയമുണ്ട്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-നും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നുമാണ് പ്രസിദ്ധീകരിക്കുക. കേരളമടക്കം 12 ഇടങ്ങളിലാണ് സമയപരിധി നീട്ടിയത്. ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, UP, പശ്ചിമബംഗാൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കാണ് നിലവിൽ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 12 ദിവസത്തോളം നീട്ടിക്കിട്ടിയതോടെ BLOമാർക്ക് കൂടുതൽ ആശ്വാസമായി. ഫോമുകൾ ശേഖരിക്കുന്നതിന് പുറമെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടി വരികയായിരുന്നു BLOമാർ. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടത്തിയ ശ്രീകോവിലിന്റെ സമർപ്പണം നടത്തി. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി ക്ഷേത്ര ശ്രീകോവിൽ സമർപ്പണം നിർവഹിച്ചു. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ശ്രീകോവിലാണ് പുതുക്കി നിർമ്മിച്ചത്. ക്ഷേത്ര പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി അശ്വിൻ സഹകാർമ്മികനായി. രാവിലെ 8-ന് വാദ്യാഘോഷത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂർണ്ണ കുംഭം നൽകി അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് പുഷ്പാഞ്ജലി, ശ്രീകോവിലിൽ പൂജ എന്നിവയ്ക്കു ശേഷം മൂപ്പിൽ സ്വാമിയാർ ശ്രീകോവിൽ സമർപ്പണം നടത്തി. തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഭിക്ഷ വെച്ചു നമസ്കാരം, അനുഗ്രഹ പ്രഭാഷണം, പ്രഭാത ഭക്ഷണ വിതരണവുമുണ്ടായി. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ സെബസ്തിനോസ്, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അൽഫോൺസാമ എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ശനിയാഴ്ച രാത്രിയിൽ ആഘോഷമായ അമ്പ് വള സമാപനം നടന്നു. തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ജിതിൻ വയലുങ്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ സനൽ മാളിയയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി, ഫാദർ ലിജു പുറത്തൂർ CMC എന്നിവർ സഹകാർമ്മികനായി. വൈകിട്ട് നടക്കുന്ന പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജെയിംസ് ആലപ്പാട്ട് CMC കാർമ്മികനാകും. തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. ഫാൻസി വെടിക്കെട്ടും ഗാനമേളയും നടക്കും. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി, ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി, കൈക്കാരന്മാരായ VL ജോർജ്, TO ജോഷി, PF റിൻഡോ, CJ അനുജിത്ത് എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ സൈന്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും NCC കേഡറ്റുമായ KS അതുൽ കൃഷ്ണയെ ആദരിച്ചു. സ്കൂളിലെ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അതുൽ കൃഷ്ണയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ ഓഫീസർ മേജർ PJ സ്റ്റൈജു അതുൽ കൃഷ്ണയ്ക്ക് ഉപഹാരം നൽകി. NCC 24 കേരള ബറ്റാലിയൻ സുബേദാർ ശശികുമാർ മുഖ്യാതിഥിയായി. സുബേദാർ നകുൽ മിർദ, സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് മോഹൻ, ശിവമല്ലി, ഇസബൽ ജോസ്, മിൻസാര, മുഹമ്മദ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു.
അതുൽ കൃഷ്ണ KS മറുപടി പ്രസംഗം നടത്തി. മറ്റം ഗ്രൗണ്ട് സ്റ്റോപ്പിനടുത്ത് കോലാരി വീട്ടിൽ സുനിൽകുമാർ അനിത ദമ്പതികളുടെ മൂത്ത മകനാണ് അതുൽ. ആർമി വിഭാഗത്തിലെ ജമ്മു കേഡറിലാണ് അതുൽ കൃഷ്ണയുടെ ആദ്യ പോസ്റ്റിംഗ്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷ ദാസ് അധ്യക്ഷയായി. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി അബൂബക്കർ, വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ്, യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി ജിനേഷ് തെക്കേക്കര, വനിതാ വിംഗ് സെക്രട്ടറി ഷിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 10 മണിയോടെ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണിയോടെ സമാപിച്ചു. ചെമ്മണ്ണൂർ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ പാലയൂർ ഏരിയ കൌൺസിൽ വാർഷികവും കുടുംബസംഗമവും ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടന്നു. പള്ളി വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുടി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് ബ്രദർ ജോസ് ജെ മഞ്ഞളി അധ്യക്ഷനായിരുന്നു. പാലയൂർ ഏരിയ കൌൺസിൽ സെക്രട്ടറി ബ്രദർ ജോസഫ് AC വാർഷിക റിപ്പോർട്ടും ട്രഷറർ പ്രബീഷ് ഫ്രാൻസിസ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചെമ്മണ്ണൂർ കോൺഫറൻസ് പ്രസിഡന്റ് ബ്രദർ റാഫേൽ പ്രാർത്ഥനയും വനിതാ ജോയിന്റ് കൺവീനർ സിസ്റ്റർ റൈനി പിയൂസ് ജ്ഞാനവായനയും നടത്തി. തൃശൂർ CC പ്രസിഡന്റ് ബ്രദർ ജോസ് ജെ മഞ്ഞളിയെ മൊമെന്റോ നൽകി ആദരിച്ചു. മാതൃകാ കോൺഫറൻസ് അവാർഡ് ജേതാക്കളായ വയലത്തൂർ വനിത, ഒരുമനയൂർ വനിതാ കോൺഫറൻസുകളെ ആദരിച്ചു. രണ്ടാമത്തെ സൗജന്യ ഡയാലിസിസ് മെഷീനുള്ള തുക കൈമാറി. തൃശൂർ CC വനിതാ കൺവീനർ സിസ്റ്റർ ജെമ വിൻസെന്റ്, ചെമ്മണ്ണൂർ പള്ളി ട്രസ്റ്റി തോമസ് സന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം തിരൂരിൽ ശനിയാഴ്ച സമാപിച്ച 26ാമത് കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡഫ് സ്കൂളിലെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. VHSS ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി മൈം, ദേശീയഗാനം, ചിത്രീകരണം, മോണോ ആക്ട്, പദ്യപാരായണം, കാർട്ടൂൺ എന്നീ മത്സര ഇനങ്ങളിൽ A ഗ്രേഡും പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ പെയിന്റിംഗ് ഇനങ്ങളിൽ B ഗ്രേഡുമായി ആകെ 57 പോയിന്റോടെ തൃശൂർ ജില്ലയുടെ ഓവറോൾ കിരീട നേട്ടത്തിൽ സ്കൂൾ നിർണായക പങ്കുവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗം ചിത്രീകരണത്തിലെ അഭിനയത്തിന് മുഹമ്മദ് സിയാൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചരമം. പുനേർകുളം ചമ്മന്നൂർ കോളനി റോഡിൽ താമസിക്കുന്ന കൊട്ടിലിങ്ങൽ ബാലൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ശ്മശാനത്തിൽ നടത്തി. തങ്കമണി ഭാര്യയും പരേതനായ കാർത്തികേയൻ, കാഞ്ചന എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ പൂങ്ങാട്ടില്ലത്ത് ഋഷഭദേവൻ നമ്പൂതിരിയുടെ മകൻ കിരാതമൂർത്തി നമ്പൂതിരി നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് ശ്രുതിമധുര തേന്മഴയായി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും ആലാപനത്തിൽ മുഴുകി. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. മുനയ്ക്കക്കടവിൽ മത്സ്യബന്ധന ബോട്ടിന്റെ കാരിയർ വഞ്ചിയുടെ എഞ്ചിനും ഇന്ധനവും മോഷണം പോയി. താനൂർ സ്വദേശി ചക്കപ്പന്റെ പുരയ്ക്കൽ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറാഖ് വള്ളത്തിലാണ് മോഷണം നടന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.